അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഉള്ള യുദ്ധം 40 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ അമേരിക്ക ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതോടുകൂടെയാണ് ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള 10 പോയിന്റുകൾ ചർച്ച ചെയ്യാൻ ട്രംപിനെ മൂക്കയറിട്ട് ആ ഭാഗത്തേക്ക് എത്തിച്ചു എന്നത് ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാൻ ഇപ്പോൾ അത് ഇറാനിലുള്ള മുഴുവൻ ജനങ്ങളോടും ഈ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ജോർജ് ബുഷിന്റെ കാലം മുതലുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണം, യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കണം, അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കും, അതായത് അതിൽ ടോൾ പിരിവോടുകൂടെ ആ കാര്യങ്ങൾ ഇറാൻ ചെയ്യുമെന്നാണ്. അതുപോലെ ഒരിക്കലും ഇനി യുദ്ധം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരണം. മാത്രമല്ല ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിലെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതോടൊപ്പം ഇതുവരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ യുദ്ധങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ നികത്തണം. വളരെ പ്രധാനപ്പെട്ട 10 പോയിന്റുകളാണ് ഇറാൻ മുന്നോട്ട് വച്ചത്. അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച 15 പോയിന്റുകൾ ഉണ്ടായിരുന്നു. ആ പോയിന്റുകൾ ഒരിക്കലും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു. അതേസമയത്ത് ഇറാൻ പറഞ്ഞത് ഈ 10 കാര്യങ്ങളിലാണെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ്. എന്നാൽ ട്രംപ് അത് ഒരിക്കലും ചെവിക്കൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ 10 കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സന്നദ്ധത അറിയിച്ചതോടുകൂടെയാണ് യുദ്ധം താൽക്കാലികമായി 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 ആഴ്ച സമയത്ത് ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നതാണ് ഉപാധി. എന്നാൽ പോലും ഇറാന് ഓരോ കപ്പലുകൾ വെച്ച് $2 മില്യൺ വാങ്ങിക്കൊണ്ടായിരിക്കും ഈ കപ്പലുകൾക്ക് നീങ്ങാനുള്ള അനുമതി നൽകുക. യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്തിനായിരുന്നു ആരംഭിച്ചത്? ഈ 10 കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നുവെങ്കിൽ അത് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യാമായിരുന്നല്ലോ. ചർച്ചകളിൽ എത്രയോ വിട്ടുവീഴ്ചകൾ ഇറാൻ ചെയ്തിരുന്നിട്ടും യുദ്ധം ആരംഭിച്ച അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ എന്താണ് നേടിയിരിക്കുന്നത്? അമേരിക്ക പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കി വെച്ച പ്രതിരോധ സംവിധാനങ്ങൾ, അവിടെയുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ എല്ലാം തൂത്തെറിഞ്ഞിരിക്കുകയാണ്. ഒരു നിലക്ക് ഏകദേശം പൂർണ്ണമായും ഇറാൻ തുടച്ചു നീക്കി എന്ന് പറയാൻ പറ്റും. അമേരിക്കയുടെ ലോകത്തുള്ള ലോക പോലീസ് എന്ന പദവി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇറാന് മുന്നിൽ അമേരിക്ക പരാജയപ്പെടുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇറാന്റെ മുന്നിൽ തോറ്റുപോകുന്നു എന്ന ചർച്ച വരെ ലോകത്ത് എത്തിക്കഴിഞ്ഞു. ഇത് അമേരിക്കൻ ആയുധങ്ങൾക്ക് ലോകത്തുണ്ടാകുന്ന ഡിമാൻഡിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. നമ്മൾ എങ്ങനെ വിശദീകരിച്ചാലും ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും അതിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുമുള്ള ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്ക് അമേരിക്കയും ഇസ്രയേലും എത്തി എന്നതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ഒരു 2 ആഴ്ചയെങ്കിലുമുള്ള വെടിനിർത്തൽ അമേരിക്കക്കും ഇസ്രയേലിനും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായെങ്കിലും തുറന്നിട്ടില്ല എങ്കിൽ ദുരന്തമായിരിക്കും അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എണ്ണക്ക് ദിനം പ്രതി അവിടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെയുള്ള സാധാരണ ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ട്രംപിനെ ഇംപീച്ച് ചെയ്യുന്നത് വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ട്രംപിന് മുന്നിൽ വലിയ ഭീഷണിയാകുന്നുണ്ട്. മാത്രമല്ല പ്രതിരോധ സംവിധാനങ്ങൾ ഏകദേശം ഈ യുദ്ധം തുടങ്ങി കുറച്ച് 2 ആഴ്ച കഴിയുമ്പോൾ അന്നുണ്ടായിരുന്ന റിപ്പോർട്ട് തന്നെ ഏകദേശം 1 മാസത്തിലപ്പുറം പോകാൻ ഇറാനോ ഇസ്രയേലിനോ അമേരിക്കക്കോ കഴിയില്ല എന്നാണ്. കാരണം പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളെല്ലാം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ 1 മാസമാകുമ്പോൾ ഇപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അമേരിക്കയുടെ മുന്നിലുണ്ട്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ദക്ഷിണ കൊറിയയും ജപ്പാനും ഈ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ദക്ഷിണ കൊറിയയും ജപ്പാനും ഏത് രീതിയിലാണ് അമേരിക്കയെ സഹായിക്കേണ്ടത്? അവിടെ അമേരിക്ക ഡിപ്ലോയ് ചെയ്തിരുന്ന, വിന്യസിച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങളിലെ മിസൈലുകൾ താൽക്കാലികമായി ഈ അടിയന്തര സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരാനായിരുന്നു അമേരിക്കയുടെ ആവശ്യം. പക്ഷെ ഈ രാഷ്ട്രങ്ങൾ അവരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത് തള്ളിക്കളഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത
സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ആ രാഷ്ട്രങ്ങൾ സഹകരിച്ചില്ല എന്ന് പറഞ്ഞത്. ഇവിടെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കുന്നിടത്ത് ഇപ്പോൾ ഇറാന്റെ 60 മുതൽ 70% വരെ മിസൈലുകൾ ഇസ്രയേലിലേക്ക് പ്രതിരോധ സംവിധാനങ്ങളില്ലാതെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി ആഴ്ചകൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അത് 100% ഹിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഇറാന്റെ പഴയകാല മിസൈലുകൾ പോലും എടുത്ത് ഇസ്രയേലിനെ ആഞ്ഞടിച്ച് തീർത്തു കളയാൻ സാധിക്കുമെന്ന വലിയ ഒരു ദുരന്തം അവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഇറാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഈ വെടിനിർത്തലിന്റെ ഉപാധിയായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളക്കെതിരെ, ലെബനാനെതിരെ ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾ അതും നിർത്തിവെക്കേണ്ടതുണ്ട്. അതായത് ഇസ്രയേൽ എവിടെയെല്ലാം യുദ്ധം നടത്തുന്നു അതെല്ലാം ഈ കൂട്ടത്തിൽ അവസാനിക്കേണ്ടതുണ്ട്, അതായത് നിർത്തിവെക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ യുദ്ധം തുടരുമെന്നാണ് ഇറാൻ പറഞ്ഞത്. മാത്രമല്ല 2 ആഴ്ചക്കിടയിൽ ഇറാന്റെ ഈ 10 പദ്ധതികൾ അമേരിക്ക അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിനുള്ള ചർച്ചക്കുള്ള അവസരമാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. കാരണം അത്തരം ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നിടത്തേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടത് അമേരിക്ക മുന്നോട്ട് വെച്ചത് മിസൈൽ പരിധികളെ കുറിച്ചാണ്. അതുപോലെ ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ ഇറാൻ പാടില്ല എന്നതാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള ഇറാനുമായി ബന്ധപ്പെട്ട പ്രോക്സികൾക്ക് സഹായം നൽകരുത് എന്നാണ്. എന്നാൽ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഈ വെടിനിർത്തലിന് ഹേതുവായിരിക്കുന്ന ഈ ചർച്ചകളിൽ അത്തരം ഒരു പരാമർശമേ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു പോയിന്റിൽ പോലും ചർച്ചയ്ക്ക് വരെ ഇറാൻ തയ്യാറായിട്ടില്ല. അതേസമയം അതിന് പകരം ഇറാൻ വെച്ച 10 ഉപാധികൾക്ക് മുന്നിലാണ് ഇനി ചർച്ച നടക്കാനിരിക്കുന്നത് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പരാജയപ്പെട്ട ഒരു എപ്സ്റ്റീൻ യുദ്ധമാണ് എന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി രാജിവെക്കേണ്ട ഒരു സാഹചര്യം അടുത്തെത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ എന്നത് പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ആവിയാപ്രോ റിപ്പോർട്ട് ചെയ്ത റഷ്യയുടെ പത്രമാണ് ആവിയാപ്രോ, അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് വലിയ രൂപത്തിലുള്ള അഴിച്ചുപണികൾ അമേരിക്കയിൽ സൈനികർക്കിടയിൽ, സൈനിക നേതൃത്വത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അവിടെയുള്ള പ്രതിരോധ മന്ത്രിയുടെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പൊട്ടിത്തെറികളുടെ വക്കിലാണ് അമേരിക്കയുടെ സൈന്യമുള്ളതെന്നും മാത്രമല്ല അമേരിക്കൻ പ്രതിരോധ മന്ത്രി രാജിവെക്കേണ്ട ഒരു ഘട്ടം അടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു കാര്യം ഭയപ്പെടുന്നു എന്ന് നേരെ പറയുകയും ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഇറാനിൽ റെജീം ചേഞ്ച്, ഭരണമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഇസ്രയേലും അമേരിക്കയും ഇപ്പോ സ്വന്തം ഭരണം എന്താകും, അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയിലേക്ക് എത്തിയ ഒരു സാഹചര്യം. എല്ലാ അർത്ഥത്തിലും 100% ഈ യുദ്ധത്തിലൂടെ ഇറാൻ വിജയിച്ചു എന്ന് ലോകം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്തായിരുന്നാലും ലോക പോലീസായി ചമയുന്ന അമേരിക്കയ്ക്ക് എവിടെയും ഇടപെടാം, എങ്ങനെയും ആവാം എന്നുള്ള ഒരു അഹങ്കാരത്തിനാണ് ഇറാൻ ഇവിടെ അറുതി ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്ത് എവിടെയും എങ്ങനെയും ഏത് രൂപത്തിലും ഇടപെടാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന ഒരു അഹങ്കാരത്തിന് ഇവിടെ ഇപ്പോൾ ഇറാൻ അറുതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അമേരിക്കയെ മുന്നിൽ വെച്ച് സുരക്ഷ വിചാരിച്ചിരിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയൊരു താക്കീതും ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുകയാണ്. അമേരിക്കക്ക് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല, ഇസ്രയേലിന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറയുന്നത് നിങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കാൻ മാത്രമാണ്. ഒരു കാരണവശാലും നിങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ കഴിയില്ല. ഇനിയെങ്കിലും നിങ്ങൾക്ക് വീണ്ടും വിചാരം ഉണ്ടാകണമെന്ന വ്യക്തമായ ഒരു സന്ദേശവും കൂടെ ഇറാൻ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്.